ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ സുഭാഷിനെയും സുധീഷിനെയൊക്കെ ആകെ നാണം കെടുത്തി വെക്കാൻ കേട്ടോ നമ്മുടെ നീതുവിൻ്റെ വീട്ടുകാർ. അപ്പോൾ അവിടെ നിന്നും കൊണ്ട് നീതുവിൻ്റെ അമ്മയും അച്ഛനും സഹോദരനും ഒക്കെ പറയുന്നുണ്ട്, ഇവന്മാർ ഞങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ നിന്നതായിരുന്നു. എൻ്റെ സഹോദരിയുടെ പിന്നാലെ ഇവന്മാർ നടന്നതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ചെന്നതുകൊണ്ടുമാണ് ഇവന്മാരെന്നെ തല്ലിയത്. ഒറ്റയ്ക്കല്ല സാർ, ഇവരെല്ലാം അച്ഛനും മക്കളും ഒരുമിച്ച് കൂട്ടത്തോടു കൂടി അടിച്ച് പഞ്ചറാക്കുകയാണ് ചെയ്തത്, കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചിലും കഴുത്തിലും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആശുപത്രിയിൽ കൊണ്ട് പ്ലാസ്റ്ററൊക്കെ വെച്ചിരിക്കുന്നതും എല്ലാം. പോലീസ് വന്ന് ചോദിക്കുന്നുണ്ടാ, നിനക്ക് അധികാരം തന്നത് ഇവരെ തല്ല? സാറേ, കാര്യം അറിയാതെ സാറ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ വരുന്നത്? ഇതൊന്നുമല്ല, അവൻ റോഡിൽ കിടന്ന് മോശം പറഞ്ഞിട്ടാണ്. എന്ത് മോശമാണ് സാറേ? സ്വന്തം സഹോദരിക്ക് വേണ്ടി പറയേണ്ടത് ഒരു സഹോദരൻ്റെ കടമയല്ലേ? അതേ ഇവന്മാർ ചെയ്തുള്ളൂ. അല്ലെങ്കിലും ഇവന്മാർക്ക് ഭയങ്കര അഹങ്കാരം കൂടുതലാണ്. ഈ നാട്ടിൽ ആർക്കും ഇവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. പ്രശ്നക്കാരാ സാറേ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അവസാനകത്ത് നിന്ന് നമ്മുടെ നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലെന്ന് പറയണം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ പച്ച കള്ളം പറയുന്ന കണ്ടില്ലേ ആ സ്ത്രീ. അപ്പോൾ നിതീഷ് പറയണം, ചേച്ചി കുറച്ച് നേരം കൂടെ അടങ്ങ്, അവർ സംസാരിക്കുകയല്ലേ, സംസാരിച്ചൊക്കെ കഴിയട്ടെ, അത് കഴിയട്ടെ എന്ന് പറയാം. കുറേ സമയം കാത്തു നിന്നിട്ടും ശരിക്കും പറഞ്ഞാൽ ഭാസ്കരൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ പ്രശ്നക്കാരാക്കി വെക്കാട്ടോ. അവസാനം നിധിക്ക് സഹിക്കാനായില്ല. നിധി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയാം, സാറേ ഞാനാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്നെയാണ് ഇവൻ മോശക്കാരനായിട്ട് പറഞ്ഞതും എല്ലാം. എന്താ കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോ? സാറേ, ഞാനും എൻ്റെ അനിയൻ നികേഷ് നമ്മൾ രണ്ടുപേരും കൂടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ വന്ന് മോശം, ഇതിനു മുന്നേയും ഇതുപോലെ മോശം പറഞ്ഞിട്ടുണ്ട്. അന്ന് അത് വേണ്ടാന്ന് വെച്ച് നമ്മൾ കളഞ്ഞതാണ്. ഇന്ന് ഞാൻ ജോലിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും എന്നെ മോശം വർത്തമാനം വന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്തവനാണ് ഈ നിൽക്കുന്നവൻ. അപ്പോൾ എന്നിട്ട് അതിന് എൻ്റെ വീട്ടുകാർ ചോദ്യം ചെയ്യുക ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് അടിച്ചത്, അല്ലാതെ ചുമ്മാ നിന്ന് അവനെ അല്ല പോയി അടിച്ചത്. എന്നാലും അങ്ങനെ ചെയ്യാവോ സാറ്? ഇവൻ്റെ വീട്ടിലൊരു സഹോദരിയോ പെങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവർ ചുമ്മാ കൈകെട്ടി നിൽക്കുമെന്നാണോ, വെറുതെ നിൽക്കുമെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അപ്പോഴാണ് പുറകിൽ നിന്നൊരു സ്വരം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ, അങ്ങനെ തന്നെ വേണമെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ നീതു ആട്ടോ. നീതു ഇതിനിടയ്ക്ക് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്നിരുന്നു, ഹരീഷിനെ അന്വേഷിച്ച് എന്താ സംഭവമെന്ന്. അപ്പോൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, ഇതുപോലെ നിധി ചേച്ചിയെ വളരെ മോശമായിട്ട് പറഞ്ഞു. 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ പോയി താമസിക്കുന്ന നിന്നെ അഞ്ജലി എന്നല്ലേടി വിളിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. മോശം പറഞ്ഞതിനാണ് ഇവർ പോയി തല്ലിയത്. അയ്യോ, അങ്ങനെയായിരുന്നോ? ഇവൻ ഇതെന്ത് പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അഖിലിനെ കുറ്റപ്പെടുത്തിയിട്ട് നേരെ ഹരീഷിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാട്ടോ. അങ്ങനെ ഓടി വന്ന് പോലീസിനോട് പറയുന്നുണ്ട്, സാറേ ഞാനെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന അഖിലിൻ്റെയും ഇവരുടെ സഹോദരിയാണ്, ഇവരുടെയൊക്കെ മകളാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് തല്ലി നൈവൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ പുറകിൽ ഹരീഷ് നടന്നിട്ടില്ല. ഞാനാണ് ഹരീഷിനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇന്നല്ല നാളെ ആയാലും ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ തന്നെയാണ്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് ദേഷ്യം വരടി, നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, കയറിപ്പോടി വീട്ടിലോട്ട് പോടി എന്ന് പറഞ്ഞ് തള്ളി ഉന്തി വിടുക കേട്ടോ. അപ്പോഴാണ് പോലീസ് പറയണത്, നിൽക്കുക ആ കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പോഴാണ് നമ്മുടെ നീതു പറയുന്നുണ്ട്, സാറ് എൻ്റെ ഈ ഹരീഷും വീട്ടുകാരും ഒക്കെ നല്ല ആളുകളാണ്, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യുന്നത് എൻ്റെ സഹോദരനും അമ്മയും അച്ഛനോ അവർക്കെതിരെ കൊണ്ടുപോയി കള്ള കേസ് കൊടുത്തതും എല്ലാം. മോശം വർത്തമാനം പറഞ്ഞത് ഇവൻ തന്നെയാണ്. ഇവനെയാണ് സാറേ പിടിച്ച് ജയിലിനകത്ത് അടയ്ക്കേണ്ടതെന്ന് പറയാം. എടി പാപി, സ്വന്തം സഹോദരനെ കുറിച്ച് ആണോടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. എന്നാലും നീതുവിൻ്റെ ഈ ഒരു പറച്ചിലൊക്കെ കേട്ടിട്ട് ഭാസ്കരനും മക്കൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവണം കേട്ടോ. പിന്നെ നമ്മുടെ നിധിക്കൊക്കെ ഭയങ്കര സന്തോഷമായി, അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നീതു വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അവസാനം ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ്റെ സഹോദരി ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ ഒരു ഫോൺ വരും കേട്ടോ. സുനന്ദയും ഭർത്താവും വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സഹോദരനോട് പറഞ്ഞിട്ട് പോവുകയാണ്, അതെ അവൾ വന്നിട്ടുണ്ട്, ഞാൻ പോട്ടെ എന്ന്. ശരി, ഇവരെങ്ങനെയെങ്കിലും ജയിലിലാക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് സഹോദരനോട് പറഞ്ഞിട്ടാണ് പോകണം കേട്ടോ. ഈ ഭാസ്കരൻ്റെ സഹോദരനോട്, ഇവർ അനിയനും ചേട്ടന്മാരും ആണല്ലോ, അടിയാണല്ലോ, വഴക്കല്ലേ. വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സുനന്ദ ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ പോയതാണ്? അതെ, ആ സുഭാഷിൻ്റെ വീട്ടിൽ പ്രശ്നം. ആ ഹരീഷ് ഏതോ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നു. അവൻ്റെ ചേട്ടൻ ചെന്ന് ചോദിക്കാൻ ചെന്നതിന് അവനെയൊക്കെ ഇവന്മാരെല്ലാം കൂടെ ചെന്ന് തെരുവിലിട്ട് അടിച്ച് പഞ്ചറാക്കിയിരിക്കുന്നു. എത്രയ്ക്ക് അഹങ്കാരം! ആര്, ഹരീഷോ? ഏത് പെണ്ണിനെ സ്നേഹിക്കുന്ന കാര്യം അമ്മ പറയണത്? ആ ഓട്ടോക്കാരൻ്റെ മോളെ നീതോ? അതങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, പണ്ട് മുതലേ അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ. ഇനിയിപ്പോൾ അവളെ കൊണ്ട് വളച്ചെടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ. ഇതൊക്കെ വെറുതെ പറയുന്നതാടി. പ്രശ്നം അവളെ സഹോദരനെ പോയി അടിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ വെറുതെ വിടോ? കിടക്കട്ടെ ജയിലിൽ. അയ്യോ, എന്തൊക്കെയാ അമ്മ പറയും? ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എടീ സുനന്ദ, നിന്നോടാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോകരുത്, അമ്മ ഒന്ന് മാറിക്കേന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ നേരെ അങ്ങ് ഭാസ്കറിൻ്റെ വീട്ടിലേക്ക് വരും കേട്ടോ. ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അതെ പോലീസിനോട് പറയുന്നുണ്ട്, നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല, ഈ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ കുടുംബത്തിൽ
എല്ലാവരും നല്ല ആളുകൾ തന്നെയാണ്. എൻ്റെ ചെറിയച്ഛനും അവരുടെ മക്കളും ആ സാറേ ഇവിടെ ഉള്ളത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഈ അമ്മാവനും കൂടെ ചേർന്നിട്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വീട് അത് ഭാസ്കരൻ അങ്കിളിന് ചെറിയച്ഛന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ അമ്മയും അമ്മാവനോട് അത് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുക സാറേ. അതിന് വേണ്ടിയിട്ട് നാട്ടിൽ മുഴുവൻ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുക. ഇവിടുത്തെ സുഭാഷ് ഏട്ടന് പല കല്യാണ ആലോചനകളും വന്നു. അപ്പോഴെല്ലാം തടസ്സപ്പെടുത്തുന്നതെല്ലാം എൻ്റെ അമ്മയും ഈ അമ്മാവനും കൂടെ ചേർന്നിട്ടാണ്. അത് ശരി, അപ്പോൾ ഇതൊക്കെയാണല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ തന്നെ നിധിയും പറയാനുണ്ട്, ഞാനും ഒരു പെൺകൊച്ച് തന്നെയാണ്. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് 6 മാസമായി കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ അച്ഛനും മക്കൾക്കൊക്കെ അറിയാം പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും സ്ത്രീകളോട് എങ്ങനെ പെരുമാറിക്കൂടാന്ന്. അപ്പോൾ ഉടനെ നമ്മുടെ നീതുവിൻ്റെ അമ്മ പറയാം, നീ ആരാടി അതിനെ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? എവിടെയെങ്കിലും കിടന്ന ഒരുത്തി കയറി വന്നിട്ട്? ഞാൻ എവിടെയെങ്കിലും കിടന്ന ഒരുത്തിയൊന്നുമില്ല. തക്കലയിലെ ഒരു ബിസിനസ്സുകാരനായ രാജേഷിൻ്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ അങ്ങ് തരം താഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓ പിന്നെ അവസാനം എല്ലാവരും കൂടെ പോലീസിനോട് അപ്പോൾ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ സുഭാഷൊക്കെ പറഞ്ഞുകൊണ്ട്, കണ്ടോ സാറേ, കള്ളക്കേസാണ് ഇത്, സാറിന് വേറെ പണിയില്ലേ ഇവരുടെ പിറകെ നടക്കാൻ? അവസാനം പോലീസ് തന്നെ കൗൺസിലർക്ക് 2 വഴക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം അറിയാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വല്ലവരെയും തെറ്റിദ്ധാരണയും കൊണ്ട് ഇവരെ മോശക്കാരനാക്കാനായിട്ട് ഇങ്ങോട്ട് ഇനി ഇതുപോലെ നടന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് കൗൺസിലറിന് 2 വഴക്ക് കൊടുത്താട്ടോ. എന്നിട്ട് നമ്മുടെ നീതു പറഞ്ഞിട്ടുണ്ട്, സാറേ ഇവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചാലും ഇനി ഇതുപോലെ ചെയ്താലും ശരി, ഞാൻ എന്തായാലും കോടതിയിൽ പോയാലും കുഴപ്പമില്ല, കേസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ, ഞാൻ കോടതി ചെന്ന് സത്യം പറയും എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്നുള്ള. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ അങ്ങ് വിളിച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാട്ടോ. അതോടുകൂടി അവരങ്ങോട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നീതുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എത്രയും വേഗം ഇവരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടാൽ മതി, അത്ര വാശിയോടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ നിധി പറയാനുണ്ട്, ശരി നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തു കുഴപ്പമില്ല, പക്ഷേ എന്നെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഞാനും ഇവൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കും, അപ്പം നോക്കാമല്ലോ എന്ന്. അതോടുകൂടി മതിയായിട്ടോ എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും പിരിഞ്ഞങ്ങ് പോവാണ്, നാണം കേട്ട്. അപ്പോൾ ഹരീഷാണെങ്കിൽ കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ നീതുവിനെ എന്തായാലും താങ്ക്സ് പറഞ്ഞിട്ട്. സുനന്ദ തിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നിതീഷ്, സുനന്ദേച്ചി താങ്ക്സ് എന്ന് പറയാം. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ സുനന്ദയ്ക്ക് അമ്മേരെ കയ്യിൽ നല്ല വഴക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് ഇപ്പം അങ്ങോട്ട് വന്നത്? നീ എന്തിനാ പോലീസിനോട് നമ്മൾ വീട് തട്ടിയെടുക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട്? ഇതൊക്കെയല്ലേ സത്യം? നിങ്ങൾ കാരണമല്ലേ ഈ കുടുംബം ഇങ്ങനെ ആക്കി വെച്ചത്? ഞാനതെല്ലാം ഞാൻ തുറന്ന് പറയണോ നാട്ടുകാരടുത്ത് മുഴുവനും? വെറുതെ നിങ്ങൾ അവിടെ ചെന്ന് കാല് പിടിച്ചതൊക്കെ കല്യാണത്തിൻ്റെ തലേ ദിവസം വെറുതെ മിണ്ടാതിരുന്നു എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഭാസ്കരനും മക്കളൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇവരെല്ലാവരും ചമ്മി നാറി പരസ്പരം പിരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ടീച്ചറുടെ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്